പ്ലസ് വൺ ഫിസിക്സിലെ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ യൂസസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഒരു യൂണിറ്റിൽ നിന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു യൂണിറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ ഡയമെൻഷൻ അനാലിസിസിൻ്റെ മൂന്നാമത്തെ യൂസ് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലെയും ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഡയമെൻഷനുകൾ ഈക്വൽ ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. ഇവിടെ 4 സ്റ്റെപ്പുകളാണ് പ്രധാനമായും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഈ പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫൈൻഡ് ഔട്ട് ദ ഫാക്ടേഴ്സ് ഇൻവോൾവിങ് ദ ക്വാണ്ടിറ്റി. തന്നിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതിനുശേഷം റൈറ്റ് ദ ഡയമെൻഷൻസ് ഇൻ ടേംസ് ഓഫ് എം, എൽ ആൻഡ് ടി. അവയുടെ ഡയമെൻഷൻസ് മാസ്, ലെങ്ത്, ടൈം ഇവയുടെ ടേംസിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അവയെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷനിലേക്ക് ആക്കി നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇക്വേറ്റ് ദ പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലെയും ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ, അതായത് മാസ് വരികയാണെങ്കിൽ രണ്ട് സൈഡിലെയും മാസുകളുടെ പവറുകൾ ഇക്വേറ്റ് ചെയ്യുന്നു. അതുപോലെ ലെങ്തിൻ്റെ പവറുകൾ രണ്ട് സൈഡിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ടൈമിൻ്റെ പവറുകൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് സൈഡിലുമുള്ള ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ പവറുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഇൻ ഡയമെൻഷൻ ഇക്വേഷൻ. നമുക്ക് ആ തന്നിരിക്കുന്ന ജനറൽ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ്, പവറുകളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫൈനൽ എക്സ്പ്രഷനിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നമ്മൾ ഉപയോഗിച്ച് രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്തുന്നു. ദെൻ ഓരോ ഫാക്ടേഴ്സിൻ്റെയും ഡയമെൻഷൻസ്, മാസ്, ലെങ്ത്, ടൈം മുതലായവയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അതിനുശേഷം രണ്ട് സൈഡിലെയും പവറുകൾ ഇക്വേറ്റ് ചെയ്യുന്നു. പവറുകളുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ജനറൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ ലഭിക്കും. ഇനി എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. എക്സാമിന് സ്ഥിരമായി ഈ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം യൂസിങ് ഡയമെൻഷൻ അനാലിസിസ്. ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പ്രഷൻ, ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻസ് ഓൺ. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 3 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് ദ പെൻഡുലം, പെൻഡുലത്തിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാസ് ഓഫ് ദ ബോബ്, ആ സിമ്പിൾ പെൻഡുലത്തിലെ ബോബിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ സ്ഥലത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻസ് ഓൺ ലെങ്ത് ഓഫ് ദ പെൻഡുലം, മാസ് ഓഫ് ദ ബോബ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നോക്കുക, എൽ, എം, ജി ഈ 3 ഫാക്ടേഴ്സാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ടൈം പീരീഡ് ഇങ്ങനെ എഴുതാം. ടൈം പീരീഡ് ടി, ക്യാപിറ്റൽ ടി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ടൈം പീരീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു ടി പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ. മാസിൻ്റെ പവർ അത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മളതിനെ എം റൈസ് ടു എ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ ലെങ്തിൻ്റെ പവർ അറിയില്ല, അത് ബി എന്ന് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിൻ്റെ പവർ സി. അപ്പം 3 ഫാക്ടേഴ്സാണുള്ളത്: മാസ്, ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ജി റൈസ് ടു സി എന്ന് പറയുന്ന ആ 3 ഫാക്ടേഴ്സ് നമുക്ക് ടി പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ജി റൈസ് ടു സി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഒരു കോൺസ്റ്റൻറ്റോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുന്നു. അതാണ് കെ എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ ഒന്നും ഇല്ല. നമുക്കിവിടെ ഈക്വൽ സൈൻ ഇടാൻ വേണ്ടി മാത്രം നമ്മളിതിനെ രണ്ട് സൈഡിനെ ഇക്വേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റണം. അതിനുവേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഒന്നും ഇല്ല. ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ജി റൈസ് ടു സി.
അതായത് ചില ഇക്വേഷൻ ഇവിടെ കെ വരാനുള്ള കാരണം ഇതാണ്. ചില ഇക്വേഷൻ്റെ അകത്ത് 1/2 ഇൻറ്റു അതുപോലെ 2π ഇങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റൻറ്റുകൾ ആ ഇക്വേഷൻ്റെ അകത്ത് വരാറുണ്ട്. ഉദാഹരണത്തിന് കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. കൈനറ്റിക് എനർജി = ½ mv². അവിടെ 1/2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. അതുപോലെ 2πr², 2πr, 4/3πr³ ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ അവിടെ കോൺസ്റ്റൻറ്റുകൾ വരാറുണ്ട്. ആ കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻറ്റ് ഇക്വേഷൻ്റെ അകത്ത് ഒരു കോൺസ്റ്റൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കെ എന്ന ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജനറലായിട്ട് കിട്ടിയേക്കുന്ന ഇക്വേഷൻ ഇതാണ്. T = k ഇൻറ്റു m⁴ a l⁴b g⁴c എന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ആവും. ഇനി എങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഇക്വേഷൻ്റെ അതായത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് രണ്ട് സൈഡിലെയും ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ നമുക്കുള്ളത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ടി ആണ്, ക്യാപിറ്റൽ ടി ആണ്. അതിൻ്റെ പവർ 1 ആണ് അവിടെ തന്നിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മോൾ m⁴ a ആയിരുന്നു. സ്മോൾ m എന്ന് പറയുന്നത് മാസാണ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. അപ്പോൾ നമുക്ക് m⁴ എന്ന് എഴുതാം. പിന്നെ l⁴b, അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഡയമെൻഷനാണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം Lt⁻² ആണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ Lt⁻² ആണ്. O⁻c അതിൻ്റെ c. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും T⁻1 = m⁴a l⁻b Lt⁻² O⁻c എന്ന് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. അവിടെ m⁴a അതുപോലെ തന്നെ എഴുതി. ഇപ്പോൾ നമുക്കറിയാം l⁻b ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു l⁻c വരും. ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് c വന്നു കഴിയുമ്പോൾ l⁻b എന്ന് പറയുന്ന ഒരു ടേം ഓൾറെഡി അവിടെ ഉണ്ട്. അതുകൂടെ എന്ത് വരും? l⁻c എന്ന് വരും. അപ്പോൾ l⁻b ഇൻറ്റു l⁻c എന്ന് വരും. l⁻b ഇൻറ്റു l⁻c എന്ന് പറഞ്ഞാൽ l⁻b+c ആണ്. അതുപോലെ തന്നെ T⁻²c ഇപ്പോൾ നമുക്കിങ്ങനെ കിട്ടി T⁻1 = m⁴a l⁻b+c T⁻²c നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേറ്റിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. അതിൻ്റെ പവറുകൾ തമ്മിൽ ഇക്വേഷൻ്റെ പവറുകൾ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. പവറുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എം എന്ന് പറയുന്നതിൻ്റെ പവറാണ് എ എന്ന് പറയുന്നത്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ m എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. അതായത് എമ്മിൻ്റെ പവർ എന്ന് പറയുന്നത് 0 ആണ്. m⁴0 ആണ് ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ട് a = 0 എന്ന് നമുക്ക് എഴുതാം. എന്തുകൊണ്ടാണ്? റൈറ്റ് സൈഡിൽ എമ്മിന് a എന്ന് പറയുന്ന ഒരു പവർ ഉണ്ട്. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ എമ്മിൻ്റെ പവർ 0 ആണ്. അതുകൊണ്ട് a = 0 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കാം, l⁻b+c അപ്പോൾ എല്ലിൻ്റെ പവർ ഇവിടെ b+c ആണ്. എന്നാൽ ഇവിടെ എല്ലിൻ്റെ പവർ 0 ആണ്. l എന്ന് പറയുന്ന ടേം ഇല്ല. അതുകൊണ്ട് എല്ലിൻ്റെ പവർ 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം b+c = 0. അതുപോലെ തന്നെ -2c ടിയുടെ പവർ എന്ന് പറയുന്നത് ഇവിടെ -2c ആണ്. -2c = ഇവിടെ എന്തെന്ന് കിട്ടി? ഇവിടെ ടിയുടെ പവർ ഉണ്ട്. അത് എത്രയാണ്? 1 ആണ്. അപ്പോൾ -2c = 1 എന്ന് നമുക്ക് കിട്ടി. -2c = 1. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്തേക്കുന്ന ഇതാണ്. രണ്ട് സൈഡിലെയും പവറുകൾ, ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ പവറുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഫിസിക്കൽ ക്വാണ്ടിറ്റി അവിടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ വന്നിട്ടില്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എയുടെ വാല്യൂ 0 എന്ന് കിട്ടി, b+c = 0 എന്ന് കിട്ടി, ആൻഡ് -2c = 1 എന്ന് കിട്ടി. ഇനി നോക്കാം, -2c = 1 ആണ്. -2c = 1 ആണ്. അപ്പോൾ c = എന്ത് കിട്ടും? -1/2 എന്ന് കിട്ടും. അതായത് -2നെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റുവാണ്. c = -1/2 എന്ന് കിട്ടും. c = -1/2. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ സിയുടെ വാല്യൂ ഈ ഇക്വേഷൻ്റെ അത് കൊടുക്കുകയാണ്. b+c = 0 ആണ്. b+c = 0 ആണ്. ഇനി അതുപോലെ സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് -1/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും b -1/2 = 0. b+c = 0. b -1/2 = 0 ആണ്. -1/2 റൈറ്റ് സൈഡിലേക്ക് മാറി കഴിയുമ്പോൾ പ്ലസ്, അതായത് b = 1/2 എന്ന് കിട്ടും. നമുക്കിങ്ങനെ കിട്ടി. എയുടെ വാല്യൂ 0 കിട്ടി, ബിയുടെ വാല്യൂ 1/2 എന്ന് കിട്ടി, സിയുടെ വാല്യൂ -1/2 എന്ന് കിട്ടി. അപ്പോൾ 3 പവറുകളിൽ നമുക്ക് വാല്യൂസ് കിട്ടി. എയുടെ വാല്യൂ 0 ആണ്. അതുപോലെ ബിയുടെ വാല്യൂ 1/2 ആണ്. അതുപോലെ സിയുടെ വാല്യൂ -1/2 ആണ്. ഇനി ഈ ജനറൽ എക്സ്പ്രഷനിലേക്ക് നമുക്ക് കൊടുത്താൽ മതി. ടി = നമുക്ക് ഇവിടെ ഇക്വേഷൻ ഇതാണ്. ടി = m⁴a എയുടെ പവർ 0 ആണ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? m⁴0 എന്ന് വരും.
അതുപോലെ എന്ത് വരും, ബി പ്ലസ് സിയുടെ വാല്യൂ നമുക്ക് ജനറൽ ഇക്വേഷനിലേക്ക് പോകാം. ജനറൽ ഇക്വേഷനിൽ നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനാണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 0, എം റേസ് ടു 0, എൽ റേസ് ടു 1/2, ജി റേസ് ടു -1/2. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എമ്മിൻ്റെ പവർ എ ആണ്, എയുടെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടി, അപ്പോൾ എം റേസ് ടു 0 എന്ന് എഴുതി. എല്ലിൻ്റെ പവർ ബി ആണ്, ബിയുടെ പവർ നമുക്ക് 1/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്, എൽ റേസ് ടു 1/2 എന്ന് കിട്ടി. ജിയുടെ പവർ സി ആണ്, സിയുടെ വാല്യൂ -1/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 0, എൽ റേസ് ടു 1/2, ജി റേസ് ടു -1/2. നമുക്ക് ഇതാണ് നമുക്ക് ജനറലായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റി എഴുതുവാണ്. മാറ്റി എഴുതുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് 2π എന്നാണ്. ഇനി നമുക്ക് അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കെ എന്ന് മാത്രം ഇവിടെ എഴുതിയാലും മതി. നമുക്ക് ചില ഇക്വേഷൻ നമ്മൾ തരുമ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗത്തുള്ള കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല എന്ന് കിട്ടിയോ, അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഇവിടെ എഴുതുമ്പോൾ കെ എന്ന് തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ 2π എന്ന് നമുക്ക് അറിയാമെങ്കിൽ എഴുതാം, ഇല്ലെന്നുണ്ടെങ്കിൽ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എന്ന് എഴുതിയാൽ മതി. ഇനി എമ്മിൻ്റെ വാല്യൂ ഇവിടെ ഇല്ല, എം എന്ന് പറയുന്ന പവർ 0 ആണ് എന്ന് പറഞ്ഞാൽ എം എന്ന് പറയുന്ന ടേം, മാസ് എന്ന് പറയുന്ന ടേം ടൈം പീരീഡിൻ്റെ അകത്ത് വരുന്നില്ല. സിമ്പിൾ പെൻഡുലത്തിൻ്റെ മാസ് ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എം എന്ന് പറയുന്ന ടേം ഇതിൻ്റെ അകത്ത് വരുന്നില്ല. പിന്നെ വരുന്നത് എൽ റേസ് ടു 1/2, ജി റേസ് ടു -1/2. റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ദാറ്റ് ടേം എന്നാണ്. അതായത് എൽ റേസ് ടു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എൽ ആണ്. എൽ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എൽ ആണ്. ഇനി ജി റേസ് ടു -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1/g എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഡിവൈഡഡ് ബൈ റൂട്ട് ജി എന്ന് വരും. ഇവിടെ നോക്കുക, റൂട്ട് അതായത് 1/2 വന്നു കഴിഞ്ഞാൽ അത് റൂട്ടാണ്. നമ്മൾ ആദ്യമേ റൂട്ട് ഇട്ടു. ഇനി 1/2 അപ്പം എൽ എന്ന് എഴുതും. അപ്പം എൽ റേസ് ടു 1/2 എന്നുള്ളതിന് പകരം നമുക്ക് റൂട്ട് എൽ എന്ന് എഴുതാം. ഇവിടെ നോക്കുക 1/2 ഉണ്ട്, അതുകൊണ്ട് നമ്മൾ റൂട്ട് എഴുതി. പക്ഷെ മൈനസ് ടേം ആണ് വന്നിരിക്കുന്നതെങ്കിൽ -1/2 എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ഡിനോമിനേറ്ററിൽ എഴുതണം. +1/2 ആണെങ്കിൽ ന്യൂമറേറ്ററിൽ എഴുതണം, -1/2 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എഴുതണം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു കെ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2π എന്ന് എഴുതാം. 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എൽ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും, റൂട്ട് ജി എന്ന് വരും. അതായത് നമുക്ക് റൂട്ട് കോമൺ ആയിട്ട് എഴുതാം, റൂട്ട് ഓഫ് L/G എന്ന് കിട്ടും. ഇതാണ് എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ എക്സാമ്പിൾ തന്നിരിക്കുന്നത്. സ്റ്റെപ്പുകൾ എഴുതി നോക്കണം. ഓരോ സ്റ്റെപ്പ് എഴുതി നോക്കിയാൽ മാത്രമേ ഈ ടേംസ് ഇക്വേറ്റ് ചെയ്യാനും അതിനെ സിംപ്ലിഫൈ ചെയ്ത് പവർ ഇക്വേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്ത എക്സാമ്പിളാണ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓഫ് എ റിവോൾവിംഗ് ബോഡി. ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഈ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് ആക്ടിങ് ഓൺ എ സർക്കുലേറ്റിംഗ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ 3 കാര്യങ്ങളെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാസ് ഓഫ് ദ ബോഡി, വെലോസിറ്റി ഓഫ് ദ ബോഡി ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കുലർ പാത്തിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എഴുതുവാണ് എഫ് ഇസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ ഇൻറ്റു ആദ്യത്തെ ടൈം എം മാസ് റേസ് ടു അതിൻ്റെ പവർ നമ്മൾ എ എന്ന് കൊടുത്തു. രണ്ടാമത്തെ ടൈം വെലോസിറ്റി അതിൻ്റെ പവർ ബി എന്ന് കൊടുക്കുന്നു. മൂന്നാമത്തെ ടൈം റേഡിയസ് ആണ്, അതിൻ്റെ പവർ സി എന്ന് നമ്മൾ കൊടുക്കുന്നു. ഇനി നമ്മൾ രണ്ട് സൈഡിലെ ഡയമെൻഷൻസ് എഴുതുവാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, എം എൽ ടി റേസ് ടു -2 ആണ്. നമുക്കിവിടെ ഇക്വേറ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് നമ്മളിവിടെ 1 എന്ന് തന്നെ എഴുതണം. നമ്മൾ സാധാരണ എഴുതുമ്പോൾ എം എൽ എന്നൊക്കെ എഴുതുകയുള്ളായിരുന്നു. 1 വരുന്ന കേസിൽ നമ്മൾ 1 എഴുതാറില്ലായിരുന്നു. പക്ഷെ നമുക്കിവിടെ രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ 1 എന്നുള്ള ടേമും കൂടെ എഴുതണം. എം റേസ് ടു 1, എൽ റേസ് ടു 1, ടി റേസ് ടു -2 ഫോഴ്സിൻ്റെ. ഇനി കെ എന്ന് പറയുന്നത് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ലെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കെ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ മാസാണ്. മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. ഇവിടെ അതിൻ്റെ പവർ എ എന്ന് തന്നിട്ടുണ്ട്. മാസിൻ്റെ പവർ എ ആണ്. രണ്ടാമത്തെ ടൈം വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, എൽ ടി റേസ് ടു -1 ആണ്. എൽ ടി റേസ് ടു -1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ഇവിടെ അതിൻ്റെ പവർ തന്നിരിക്കുന്നു ബി. അപ്പോൾ എൽ ടി റേസ് ടു -1 ഓൾ റേസ് ടു ബി എന്ന് എഴുതാം. ദെൻ മൂന്നാമത്തെ ടൈം ലെങ്ത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് പവർ നമുക്ക് ഇങ്ങനെ എഴുതാം, എൽ റേസ് ടു സി എന്ന് എഴുതാം.
ലെങ്തിൻ്റെ ഡയമെൻഷൻ എല്ലാം ആണ്. ഇവിടെ പവർ സി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കുവാണ്. അപ്പോൾ നമുക്കിങ്ങനെ m⁻1 l⁻1 t⁻2 ഇസ് ഈക്വൽ ടു ഇവിടെ m⁻a അതുപോലെ തന്നെ എഴുതാം. ഇവിടെയാണ് നമ്മൾ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഇവിടെ l⁻b എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, t⁻b എന്ന് പറയുന്ന ടേം ഉണ്ട്, അതുപോലെ l⁻c എന്ന് പറയുന്ന ടേം ഉണ്ട്. ഇവിടെ ഒരു l⁻b വരും, l⁻c ഉണ്ട്. അത് തമ്മിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് l⁻b+c എന്ന് എഴുതാം. l⁻b+c എന്ന് എഴുതാം. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് t⁻b, t⁻1 into b എന്ന് പറഞ്ഞാൽ t⁻b ആണ്. ദെൻ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് ഡയമെൻഷൻസ്. ഇനി നമ്മൾ എയുടെ പവർ, അതായത് എമ്മിൻ്റെ പവറും എല്ലിൻ്റെ പവറും ടിയുടെ പവറും നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കുക എ ഇസ് ഈക്വൽ ടു എമ്മിൻ്റെ പവറാണ് 1 എന്ന് നമുക്ക് കിട്ടി. എ ഇസ് ഈക്വൽ ടു 1. ഇനി ഇപ്പോൾ നോക്കാം -b ഇസ് ഈക്വൽ ടു, ഈ ടേം നോക്കുക, -b ഇസ് ഈക്വൽ ടു -2 എന്നാണ് ലഭിച്ചിരിക്കുന്നത്. -b ഇസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം b ഇസ് ഈക്വൽ ടു 2 എന്നാണ്. മൈനസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, b ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്ക് കിട്ടി. എ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി, -b ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി, അതായത് b ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അടുത്ത ടേമിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എൽ, b+c ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് എല്ലിൻ്റെ പവർ b+c ഇസ് ഈക്വൽ ടു 1. b+c ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ 2 ആണെന്ന് അറിയാം. 2 + c ഇസ് ഈക്വൽ ടു 1 വരണമെന്നുണ്ടെങ്കിൽ സിയുടെ വാല്യൂ -1 ആയിരിക്കും. ബി അതായത് 2 -1 വന്നാലാണ് 1 എന്ന് കിട്ടുന്നത്. അതുകൊണ്ട് b+c ഇസ് ഈക്വൽ ടു 1 ആണ്. ബിയുടെ വാല്യൂ 2 ആണെങ്കിൽ സിയുടെ വാല്യൂ എത്രയായിരിക്കും? -1 ആണ്. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 1 എന്ന് കിട്ടി, ബിയുടെ വാല്യൂ 2 എന്ന് കിട്ടി, സിയുടെ വാല്യൂ -1 എന്ന് കിട്ടി. ഇനി നമ്മൾ ജനറൽ ഇക്വേഷൻ, നമ്മൾ ആദ്യം എഴുതിയിരുന്ന ഇക്വേഷൻ ഉണ്ട്, ഇതാണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ വാല്യൂസ്, പവറുകളുടെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇപ്പം എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എമ്മിൻ്റെ പവർ നമുക്ക് എ ആണ്, അത് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. വെലോസിറ്റിയുടെ പവർ 2 ആണ്, അതായത് ബി, അത് 2 എന്ന് നമ്മൾ ലഭിച്ചിരിക്കുന്നു. ആറിൻ്റെ പവർ സി ആണ്, അത് -1, സിയുടെ വാല്യൂ -1 നമുക്ക് ലഭിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, കെ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു m⁻1 v² r⁻−1 എന്ന് നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. പവർ വന്നിരിക്കുന്ന ടേമുകൾ നോക്കുക. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എമ്മിൻ്റെ പവർ 1 ആയതുകൊണ്ട് m എന്ന് തന്നെ എഴുതി. ഇനി v², ഇനി r⁻−1 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ r ആണ്. r⁻−1 is divided by r. Therefore, the expression for centripetal force F is equal to k into mv² by r. F is equal to k into mv² by r. Derive an expression for kinetic energy of a body. ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം എനർജി, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം m⁻1 l² t⁻−, അതായത് m⁻l² t⁻−2 അതാണ് എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി എനർജി രണ്ട് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസിനെയും വെലോസിറ്റിയും. ഒരു പാർട്ടിക്കിൾ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് കൈനറ്റിക് എനർജി ഉള്ളത്. അതുകൊണ്ട് അതിന് രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാസിൻ്റെ m⁻1 l0 t⁻0 ഇതാണ് മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ്റെ അകത്ത് m⁻0 l t⁻−1. അപ്പോൾ ഇങ്ങനെ എഴുതാം. ജനറൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, E is equal to k into m⁻a v⁻b, k into m⁻a b/b. ഇനി നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ്, പവറുകളുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അനുസരിച്ച് നമുക്കറിയാം, ഡയമെൻഷൻ ഓഫ് ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് m⁻a ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി (b), ഡയമെൻഷൻ ഓഫ് വി (b) എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. കെ എന്ന് പറയുന്നത് ഡയമെൻഷൻ കോൺസ്റ്റൻ്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇയുടെ ഡയമെൻഷൻ m⁻l² t⁻−2, m⁻l² t⁻−2 ഇസ് ഈക്വൽ ടു, ഇവിടെ കെ നമുക്ക് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഒഴിവാക്കി. പിന്നെ മാസിൻ്റെ ഡയമെൻഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, എന്താണ്? m⁻l⁻0 t⁻0 അത് നമ്മൾ എഴുതി, അതിൻ്റെ പവർ എ എന്ന് കൊടുത്തു. രണ്ടാമത് വെലോസിറ്റി m⁻l t⁻−1 എന്നാണ്, m⁻0 l t⁻−1, അതിൻ്റെ പവർ ബി ആണ്. അപ്പോൾ നമുക്ക് (b) എന്ന് നമ്മൾ എഴുതി.
രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് ഈക്വേറ്റ് ചെയ്ത് നമ്മൾ എഴുതുന്നു. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ടേമുകളെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഉള്ള ടേമുകൾ മാത്രമായിട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് എം റേസ് ടു എ എന്ന് കിട്ടും. എം റേസ് ടു 1 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം റേസ് ടു എ ആണ്. ഇവിടെ എമ്മിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഇവിടെ ടേം നമ്പർ വരികയില്ല. ഇവിടെ എം റേസ് ടു എ എം റേസ് ടു 1 ഇൻറ്റു എ, അതായത് എം റേസ് ടു എ നമുക്ക് ലഭിച്ചു. ഇവിടെ എല്ലിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഇവിടെ എൽ എന്ന് പറയുന്ന ടേം ഇല്ല. ഇവിടെ ടി എന്ന് പറയുന്ന ടേമും ഇല്ല. അപ്പോൾ ഇവിടെ എം മാത്രമേ ഉള്ളൂ. ഓൾ റേസ് ടു എ ആണ്. അത് നമ്മൾ എഴുതി. രണ്ടാമത് എന്താ നോക്കുക, ഇതിൻ്റെ എമ്മിൻ്റെ വാല്യൂ ഒന്നും ഇവിടെ ഇല്ല. എം റേസ് ടു 0 ആണ്. പിന്നെ എന്താ ഉള്ളത്, എൽ റേസ് ടു 1 ഉണ്ട്. അതിൻ്റെ പവർ ബി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൽ റേസ് ടു 1 ഇൻറ്റു ബി എന്ന് കിട്ടും. അപ്പോൾ എൽ റേസ് ടു ബി എന്ന് നമ്മൾ എഴുതി. അടുത്ത് നോക്കുക, ടി റേസ് ടു -1 ആണ്. ടി റേസ് ടു -1 ആണ്. അതിൻ്റെ പവർ ബി ആണ്. അപ്പം ടി റേസ് ടു -1 ഇൻറ്റു ബി, ടി റേസ് ടു -1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു -b എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി എം റേസ് ടു 1 എൽ സ്ക്വയർ ടി റേസ് ടു -2 ഇസ് ഈക്വൽ ടു എം റേസ് ടു എ എൽ റേസ് ടു ബി ടി റേസ് ടു -b എന്ന് നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നോക്കുക, എയുടെ പവർ 1 ആണ്. എ ഇസ് ഈക്വൽ ടു 1 ആണ് കിട്ടി. ബി ഇസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടി. ബി ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ബി ഇസ് ഈക്വൽ ടു 2. അതായത് ഇത് രണ്ടിൻ്റെ അകത്ത് നോക്കുക, ഇവിടെ -b ഇസ് ഈക്വൽ ടു -2 എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ 2 തന്നെയാണ്. ഇവിടെയും ബിയുടെ വാല്യൂ 2 തന്നെയാണ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 1 എന്നും ബി ഇസ് ഈക്വൽ ടു 2 എന്നും നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ ജനറൽ ഇക്വേഷൻ്റെ അകത്തേക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ. എയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ എം എന്ന് എഴുതി. അതുപോലെ വിയുടെ വാല്യൂ വിയുടെ പവർ ബി ആണ്. ബിയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് വി റേസ് ടു 2 എന്ന് എഴുതാം. അതായത് വി സ്ക്വയർ എന്ന് എഴുതാം. അപ്പം ഇ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം വി സ്ക്വയർ നമുക്ക് ലഭിക്കും. ഇറ്റ് ഫൗണ്ട് ദാറ്റ് കെയുടെ വാല്യൂ 1/2 ആണ്. അതായത് കൈനറ്റിക് എനർജിയുടെ കേസിൽ കെയുടെ വാല്യൂ 1/2 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. നമുക്ക് അത് അറിയത്തില്ല, 1/2 ആണ് കെയുടെ വാല്യൂ എന്ന് അറിയത്തില്ലെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം വി സ്ക്വയർ എന്ന് എഴുതിയാലും മതിയാവും. ഇത് അറിയാമെങ്കിൽ നമുക്ക് എഴുതാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കെ ഇൻറ്റു കെ ഇൻറ്റു എം വി സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് ഇ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഈ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ഡിറൈവ് ചെയ്യും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിലെ ആദ്യം നമ്മൾ പഠിച്ച ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള എക്സ്പ്രഷൻ നന്നായിട്ട് പഠിക്കുക. അത് എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മറ്റ് രണ്ടെണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ എക്സാമിന് ഏറ്റവും തവണ ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ആ ഡെറിവേഷനാണ്. ടോപ്പിക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ആദ്യമേ നമ്മൾ ഇത് മനസ്സിലാക്കി എടുക്കുക. അതിനുശേഷം ബുക്കിലേക്ക് നമ്മളൊന്ന് എഴുതുക. ഓരോ സ്റ്റെപ്പ് എഴുതി നോക്കണം. പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിന് ഡയമെൻഷൻസ് എഴുതുമ്പോഴും ആ പവേഴ്സിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴും എല്ലാം നമ്മൾ എഴുതി നോക്കണം. നന്നായിട്ട് എഴുതി അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.